എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വേണ്ടേ നമ്മുടെ മരം കണ്ടോ നിൽക്കുന്നത്, ഇലയെല്ലാം പോയി മൊത്തത്തിൽ പ്രശ്നമായി നിൽക്കുകയാണ്. കാര്യം ഇവിടുത്തെ വിൻ്റർ സീസൺ തുടങ്ങിയിട്ടുണ്ട്. വിൻ്റർ സീസണിൻ്റെ ഭാഗമായിട്ട് ഇലയെല്ലാം പൊഴിഞ്ഞു, ഇലയെല്ലാം വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ക്ലൈമറ്റ് വലിയ മോശമില്ലായിരുന്നു, കുറച്ച് വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ച് തുടങ്ങിയേക്കുന്നതാണ്. സോ ഇന്നത്തെ ദിവസം സേവനവാരമാണ്. വാ ജോയിൻ ചെയ്തോ. നോർമലി നമുക്ക് വിൻ്റർ സീസൺ വരുമ്പോൾ പിന്നെ ഒരു 3-4 മാസത്തേക്ക് ഈ പുല്ലൊന്നും വെട്ടേണ്ട ആവശ്യമില്ല. കാര്യം ഈ ഒരു ക്ലൈമറ്റിനകത്ത് ഈ ഒരു ലെവലിൽ തന്നെ ഇത് നിൽക്കത്തുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത സമ്മർ ആകുമ്പോൾ സമയത്താണ് നമ്മൾ കട്ടിങ് തുടങ്ങുന്നത്. പക്ഷേ ഈ ഇലയെല്ലാം ഒത്തിരി വീണ് ആകെപ്പാടെ നാശമായത് കാരണമാണ് നമ്മുടെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചത്. അപ്പം ഞാൻ എപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാൻ വന്നാലും നീ ഈ ഫോണും പിടിച്ചുകൊണ്ട് തന്നെ നൈസായിട്ട് അങ്ങ് തേക്കാണല്ലോ അല്ലേ. ഒരു എല്ലാ പണി ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് അവിടുത്തെ പണി എടുത്തിട്ട് ഇവിടുത്തെ എടുത്തിട്ട് അപ്പം ഞാൻ ഷൂട്ട് ചെയ്യണ്ടേ ഇവിടെ വെച്ച്? ഷൂട്ട് ചെയ്യണ്ടേ? അല്ല, ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് ഒന്നൊന്നും ചെയ്യാമല്ലോ, പണിയെടുക്കാമല്ലോ. ഞാൻ ഇവിടെ പണി എടുത്തുകൊണ്ടിരിക്കാൻ നേരത്തെ ഒരു ബാക്കി എന്ന് പറയുന്നത് എക്സൈറ്റ്മെന്റ് ഇല്ല. ഇവിടുത്തെ വിന്റർ സീസണിൽ മൊത്തത്തിൽ ഇങ്ങനെയാണ്. ഒരു നനഞ്ഞ കോഴിയെ പോലെ നിൽക്കേണ്ടി വരും. ആകെപ്പാടെ ഡിപ്രഷൻ അടിക്കുന്ന സമയമാണ്. പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയില്ലെങ്കിൽ ആകെപ്പാടെ പെട്ടുപോകുന്ന അവസ്ഥയാണ്. സോ ഇതൊക്കെ ഒരു ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുക, അത്രേ. ഈ ഉണങ്ങിയിരിക്കുന്നുള്ള ചെടിന് കണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ഒരു ഇവിടുത്തെ ക്ലൈമറ്റ് പോലെ തന്നെയാണ് നമ്മുടെ മൈൻഡും. ഇപ്പൊ ഈ മരത്തിനകത്തുനിന്ന് എല്ലാം പൊഴിഞ്ഞു നിന്നില്ലേ, ആ ഒരു സെയിം അവസ്ഥയായിരിക്കും നമ്മുടെ മൈൻഡിന്. ഇനി പുതിയ ഇല കിളിച്ച് വന്ന് ഇത് ചെയ്യുമ്പോഴത്തേക്ക് സത്യത്തിൽ സൺലൈറ്റ് അടിക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. ഇന്നെ ശരിയാവോ അച്ഛാ? ഇതിന്നെ ശരിയാവോ? ഏതൊന്നും ശരിയാവുന്നു ഇതെല്ലാം ഗാലറിയിൽ നിന്ന് ഡയലോഗ് ഇടുന്നതിന് ആക്കും. നമ്മുടെ വേസ്റ്റ് ബിന്ന് വെച്ചേക്കുന്നതാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ലാൻഡ് ലോഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രീൻ ബിന്നിലാട്ടുണ്ട് വേസ്റ്റ് എല്ലാം കൂടി തട്ടി കയറ്റി കഴിഞ്ഞാൽ പണിയെല്ലാം പോകും. പുറത്ത് വെക്കുന്നുള്ളത് ഗ്രീൻ ബിന്നിനകത്ത് ഇതേപോലത്തെ കവർ വെച്ചുകൂടെ. ജനറൽ വേസ്റ്റിൻ്റെയാണ്, പക്ഷേ ജനറൽ വേസ്റ്റിൻ്റെ ബിന്ന് നിറഞ്ഞിരുന്ന കാരണം ഇനിയിപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വേറൊരു ലൊക്കേഷനും കൂടിയുണ്ട്. അവിടെ നമുക്ക് വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യാൻ പറ്റും, അവിടോട്ട് കൊണ്ട് കളയാൻ വേണ്ടിയാണ്. ഡാഡ പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഇലയെല്ലാം എടുത്ത് കളയണമെങ്കിൽ ഭയങ്കര എന്താ അവസ്ഥയാ, ഒരു ഇതുപോലെയാ. നമ്മൾ ഗ്രാസ് കട്ട് ചെയ്യുമ്പോൾ അല്ലോ അത്ര ഇത് തോന്നത്തില്ല അല്ലേ അച്ഛാ? ഇത് മഴ നനഞ്ഞ് കിടക്കല്ലേ. ഇനിയിപ്പോ എന്ന് പറഞ്ഞാൽ വെയിൽ വളരെ റെയർ ആയിട്ട്. ഇത് നമ്മുടെ സ്ട്രോബെറി. ഇനിയിപ്പോ ഇത് ഉണങ്ങി പോയിട്ട് വീണ്ടും സമ്മറിന് തിരിച്ചു വരും. ഇനിയിപ്പം സമ്മറിലാണ് ഫ്രൂട്ട് സെക്ഷൻ വരുന്നത്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ തുലീപ്സ് ഇപ്പം നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. തുലീപ്സ് ഇപ്പം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മാർച്ച് ആകുമ്പോഴത്തേക്കും ഫ്ലവർ പിടിക്കും. അത് തുലിപ്സിന്റെ സീഡ് അല്ലേ? ഇപ്പം മോറിസണിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തുലീപ്സിന്റെ ഇത് കിട്ടും. മോറിസൺ മാത്രമല്ല, എവിടെ പോയാലും നമുക്ക് പുറത്ത് അവിടെ കാണാം. ഒക്ടോബർ നവംബർ ആണ് അതിൻ്റെ ഇത് ടൈം. ഇപ്പോൾ വെച്ചാൽ നമുക്ക് മാർച്ച് ആ സമയത്തിൽ ആ ഫ്ലവറിങ് ഒക്കെ കറക്റ്റ് സെറ്റാണ്. ലാസ്റ്റ് ഇയർ നമ്മൾ ഈ ചെടി മരം ഇങ്ങനെ കണ്ടിട്ട് ചത്തുപോയാന്ന് വിചാരിച്ചല്ലേ അച്ഛാ? മരം ആദ്യം ആയതുകൊണ്ട്. പിന്നെ ആ മാർച്ച് സമയത്തില് നിറയെ ബഡ്സ് വന്ന് ഞാൻ വിചാരിച്ചു ഇതെന്ത് ഒരു ഇല പോലും ഇല്ല. ഞങ്ങളെ നാട്ടിലോ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാണെങ്കിൽ ഇത് കട്ടി ഇത് മറ്റേ എന്താ അച്ഛാ അതിന്റെ പേര്? നീ പറയാൻ ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ ഉണക്കക്കമ്പ് കണ്ടു കഴിഞ്ഞാൽ അത് മേടിച്ച് പണ്ടത്തെ വീട്ടിലൊക്കെ ആണെങ്കിൽ അടുപ്പിനകത്ത് വെച്ച് കത്തിക്കുന്നതല്ലോ. ആണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ എല്ലാരും ഹൈടെക് ആയി പോയി. ഇപ്പൊ അങ്ങനെ ആരും എടുക്കത്തില്ലല്ലോ. കമ്പ് ഇത് വന്നു, കമ്പെടുത്ത് വരുന്നു. നമ്മള് ബീൻസ് വെച്ചത് ഇതേപോലെ ഇരിക്കുക. ഇപ്പൊ മീൻസ് നമ്മള് ലൊക്കേഷൻ മാറ്റിയായിരുന്നു. അടുത്ത പ്രാവശ്യം എല്ലാ തെറ്റുകളും മറന്ന് അടിപൊളിയായിട്ട് സെറ്റാക്കി എടുക്കണം. ലൊക്കേഷൻ മാറ്റി കഴിഞ്ഞിട്ട് അത് ഒരു ഗ്രോത്ത് നല്ല രീതിയിൽ വന്നില്ല.
ഇത് ഇങ്ങനെ എടുക്കണമെന്നില്ലെന്നേ, ചെറിയൊരു ബിറ്റ് ചെയ്തിട്ട് ആ ഫോൺ അവിടെ വെച്ചിട്ട് വാ പണിയെടുക്കും. ആക്ച്വലി നമ്മൾ ഇവിടെയൊക്കെ ഒത്തിരി ഫ്ലവേഴ്സിന്റെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം ഉണങ്ങിപ്പോയി, ഒന്നും കാണില്ല, യെല്ലോ കളറുടെ മാത്രം. പക്ഷെ സമ്മറിൽ അതെല്ലാം തിരിച്ച് കിളിച്ച് വരുവാണ് അല്ലച്ചാ. നീ ചുമ്മാ ഓരോന്നിരുന്ന് പറയാതെ പണിയെടുക്ക്. എന്തോ ഒരു കാട്ടു ചെടി ഇവിടെ കളിച്ച് വന്നിട്ടുണ്ട്. നിക്കട്ടെ, എന്തായാലും ഫ്ലവർ വരാറായി. പക്ഷെ ഇത് ഇതായി പോകുവച്ചാ, നിക്കത്തില്ല. പൂക്കളുള്ള ചെടികളെല്ലാം നിക്കട്ടെന്ന് വെച്ച ചെടികളെല്ലാം ഇതേപോലെ ഉണങ്ങിയിരിക്കുക, ഉണങ്ങി കമ്പ് പോലെ ഇരിക്കുക. അത് തന്നെ, ഇത് മാത്രം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞല്ലേ, ഇതൊക്കെ ഭയങ്കര മെനക്കെട്ട പരിപാടിയാ. കിട്ടിയ ഓഫാ. രാവിലെ എന്തിന്റെ കേടാണെന്ന് എനിക്കറിഞ്ഞില്ല. ഒരു ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങാമെന്ന്. രാവിലെ അങ്ങനെ തുടങ്ങിയ ഇപ്പൊ 3 മണിയായി, ഒട്ടും പൂട്ടും തീർന്നിട്ടില്ല. നീ ചിരിക്കരുത്, നിനക്കങ്ങനെ അധികാരമില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേൻ, എന്താ മനസ്സിലാവുന്നത്? പക്ഷെ എന്താ ചെയ്യണം, ഇതെല്ലാം എടുക്കണ്ടേ, അല്ലാണെങ്കിൽ ഒരുമാതിരി അലമ്പ് പോലെയാ. നീ ഈ ബീൻസ് നമ്മൾ എടുത്ത് കളയണോ, അല്ലാണെങ്കിൽ അതേപോലെ വെച്ചാൽ മതിയോ? ഇനിയിപ്പോ ഈ സമ്മർ കഴിഞ്ഞിട്ട് തുടങ്ങുന്നതാണ് നല്ലത്. സമ്മർ അല്ല, വിന്റർ. സോറി, അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അതെടുത്ത് നെറ്റെല്ലാം മാറ്റി വെച്ചാലോ. നെറ്റ് എവിടെ ഇരിക്കട്ടെ, ഇനി ഇതെല്ലാം കൂടി മാറ്റാനൊന്നും നിൽക്കണ്ട. അടുത്ത ഇതാകുമ്പോഴത്തേക്ക് എല്ലാം സെറ്റ് ആക്കി എന്ത് എന്ത് ഉപ്പ. അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു എനിക്ക് എന്തിന്റെ കേടായിരുന്നു. നല്ല തണുപ്പുണ്ടല്ലേ, ചെയ്യാൻ തോന്നില്ല. പക്ഷെ ഡല്ല് ക്ലൈമറ്റ്, ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം തൊട്ടേ ഉള്ളതാണ്. പക്ഷെ ഓൾമോസ്റ്റ് ഏകദേശം എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം മാത്രമേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട് ഇവിടെ, ഞങ്ങൾക്ക് പറ്റിയില്ല. പിള്ളേരും ഞങ്ങൾ അകത്ത് കയറി, ആള് ഒറ്റയ്ക്ക് അവിടെ കളിക്കുല. പറ്റുന്നില്ല അച്ഛാ, അത്ര തണുപ്പുണ്ട്. അതല്ലേ വിറ്റിട്ട് വാ, നാളെ ചെയ്യാം. അങ്ങനെ ഏകദേശം നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് കഴിഞ്ഞായിരുന്നു. ഈ കാണുന്നത് അവക്കാഡോയാണ്. അത് പറഞ്ഞാൽ എന്തായാലും വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ കിളിച്ച് വരുമെന്ന് നോക്കണം. അത് പിന്നെ നമ്മുടെ ഓണിയൻ്റെ ബഡ്സാണ്. പിന്നെ നമ്മുടെ ഏകദേശം ചെടികളെല്ലാം അതേപോലെ തന്നെയാണ്. വിൻ്റർ ആകുമ്പോൾ ഇതിൻ്റെ എല്ലാം ഇനി ഇല പൊഴിയും. ഇല പൊഴിഞ്ഞതിന് ശേഷം കമ്പ് മാത്രമായിരിക്കും. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോയെന്നല്ല, ഇത് കിളിച്ച് വന്നോളും. തക്കാളി ഏകദേശം കഴിഞ്ഞു സീസണ്. ഇനിയിപ്പോൾ അടുത്ത സീസണിൽ നമുക്ക് വയ്ക്കാം. പിന്നെ നമ്മൾ വെച്ച അന്നത്തെ മുല്ല വെച്ചത്, അത് ഏകദേശം നല്ലപോലെ അങ്ങ് കിളിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബെറി വെച്ചത്, പിന്നീട് അതെന്തോ ഒരു പൂ കിളിച്ച് വരാൻ പോകുന്നല്ലോ അതിനകത്ത്, ജമന്തിയാണെന്ന്, അതിന്റെ ബഡ്സ് വന്നിരിക്കുന്നത്. ഔട്ട്ഡോറിലെ പരിപാടി നടക്കാത്തോട്ട് നമ്മൾ കുറച്ച് ഇൻഡോറിലോട്ട് കടന്നിട്ടുണ്ട്. പച്ചമുളക് ഇപ്പോണ്ട്. ഈ സാധനം ഓർമ്മയുണ്ടോ? ആര് തന്നെ? ഇത് റോസ്മേരിയാണ്. പിന്നെ നമ്മുടെ ഓർക്കിഡിന്റെ ഫ്ലവർ പോയിട്ടുണ്ട്. എന്തെങ്കിലും പുതിയത് തണ്ട് കിളിച്ച് വരുന്നുണ്ട്. അത് നമ്മളെ കറിവേപ്പില അത്യാവശ്യം നല്ലപോലെ കിളിച്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ ആന്തൂറിയം, ഇത് നമ്മുടെ കറ്റാർവാഴ, ഇത് പിന്നെ കടയിൽ പോയപ്പോൾ കണ്ട് എടുത്ത ശരിയാണ്. അതേപോലെ തന്നെ ഒരു ഓർക്കിഡും ഒരു റോസും കൂടി ഇപ്പോൾ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഓൺലൈനിൽ മേടിച്ചു, അതിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് റോസ്മേരിയുടെ തണ്ട് വെച്ചു. അതിപ്പോൾ എന്താ നല്ലപോലെ റൂട്ട് കിളിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള പുതിയ വീഡിയോയുമായി ഇനിയും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.